മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ്. ഇവരുടെ ബാനറിൽ നിരവധി ഗംഭീര ചിത്രങ്ങൾ പിറക്കുകയും ചെയ്തു കഴിഞ്ഞു. മിന്നൽ മുരളിയും RDXും ഒക്കെ ലേറ്റസ്റ്റ് എൻട്രികളാണ്. RDX ഒക്കെ തിയേറ്ററിൽ ഗംഭീരമായി ആഘോഷിച്ച സിനിമയായിരുന്നു ഇന്നത്തെ തലമുറ. എല്ലാ രീതിയിലും ഇഷ്ടപ്പെട്ട സിനിമകൾ നിർമ്മിക്കുന്ന വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ ആനിവേഴ്സറി സ്പെഷ്യലായി നിരവധി ചിത്രങ്ങൾ അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ വരാൻ പോകുന്ന ചിത്രങ്ങളിൽ ഒരു ഗംഭീര സംവിധായകനും എത്തുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ ആ സംവിധായകന്റെ ചിത്രത്തിൽ ഏത് നടനാകും എത്തുക എന്നത് വലിയൊരു ആകാംക്ഷയായിരുന്നു. നടന്മാരെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സംവിധായകർ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും പ്രശസ്തനായ ഒരു സംവിധായകൻ അൻവർ റഷീദ് ആയിരുന്നു. അൻവർ റഷീദിന്റെ വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ ഒരു സിനിമ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആരാധകർ രണ്ടു പക്ഷവും ചേർന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് മോഹൻലാലിന്റേതാകും, മറ്റൊരിടത്ത് അത് മമ്മൂട്ടിയുടേതാകും എന്നത്. അങ്ങനെ നിരവധി വാർത്തകൾ ആരാധകർ തന്നെ എഴുതി വിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തി. വരാൻ പോകുന്നത് മോഹൻലാൽ ചിത്രം തന്നെയായിരിക്കും. ചോട്ടാ മുംബൈക്ക് ശേഷം ഒരു ഗംഭീര ചിത്രം പ്രതീക്ഷിക്കാം, ഇതൊരു പക്ക ആക്ഷൻ എന്റർടൈനർ ചിത്രമായിരിക്കും എന്ന രീതിയിലൊക്കെ വലിയ വാർത്തകൾ വന്നു. മറ്റൊരിടത്ത് മമ്മൂട്ടി ആരാധകരും ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. മമ്മൂട്ടി ആരാധകരും ഈ ചിത്രത്തിൽ ആരൊക്കെ എത്തുന്നു എന്ന് വരെ പറഞ്ഞു. മമ്മൂട്ടിയും അൻവർ റഷീദും ഒന്നിച്ചപ്പോൾ ഗംഭീര സിനിമകളാണ് പിറന്നത്. അതുപോലെ തന്നെ മോഹൻലാലും അൻവർ റഷീദും ഒന്നിച്ചപ്പോൾ ആരാധകർക്കും കിട്ടി അവരുടെ ഫേവറേറ്റ് സിനിമ. ഇപ്പോഴിതാ മോഹൻലാൽ ആരാധകർ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങി. ചിത്രത്തിലെ കാസ്റ്റ് വിവരങ്ങൾ കൂടി പങ്കുവച്ചിരിക്കുകയാണ് ഇത്തവണ. മമ്മൂട്ടി ആരാധകർ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു, ഇപ്പോൾ മോഹൻലാൽ ആരാധകരാണ് പങ്കുവച്ചിരിക്കുന്നത്. അൻവർ റഷീദിന്റെ അടുത്ത ചിത്രം മോഹൻലാലുമായി തന്നെയായിരിക്കും. ഈ ചിത്രത്തിൽ സൗബിൻ ഷാഹിറും നസ്ലീനും എത്തുന്നു എന്ന രീതിയിലാണ് അവരുടെ പുതിയ റിപ്പോർട്ട്. വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ ചിത്രം തന്നെയായിരിക്കും ഇതെന്നും പറഞ്ഞു വെക്കുന്നു. എന്നാൽ ഈ റിപ്പോർട്ടൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്ന രീതിയിലാണ് പലരും ചോദിച്ചുകൊണ്ട് എത്തുന്നത്. വളരെ കൗതുകം എന്തെന്നാൽ ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും വൈറലാകുകയും ചെയ്യുകയാണ് എന്നതാണ്. ബോക്സ് ഓഫീസിൽ ഹിറ്റടിച്ച് നിൽക്കുകയാണല്ലോ സൗബിനും നസ്ലീനും ഒക്കെ. അപ്പോൾ മോഹൻലാലിന്റെ കൂട്ടത്തിൽ ഒന്നിച്ചാൽ എങ്ങനെയിരിക്കും എന്ന കൗതുകം എല്ലാവർക്കും ഉണ്ടാകും. ഇങ്ങനെ ഒരു കോംബോ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ ഗംഭീരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അവർ ഒരു സിനിമ തന്നെ അങ്ങ് പറഞ്ഞു വെക്കുന്നു. ഇതുവരെയും അണിയറ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അൻവർ റഷീദിന്റെ ചിത്രം എത്തുന്നുണ്ട് എങ്കിലും അത് ഏത് നടനാണ് അഭിനയിക്കുന്നതെന്ന് ഇതുവരെയും വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സോ സംവിധായകനോ വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാം വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം എന്നതേ ഉള്ളൂ. അവർ പ്രഖ്യാപിച്ച ചിത്രങ്ങളിൽ ഒന്ന് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആന്റണി വർഗീസ് ആണ് അഭിനയിക്കുന്നതും ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അണിയറയിൽ നടക്കുന്നു. അപ്പോഴാണ് വരാൻ പോകുന്ന അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഓരോ മുന്തിയ താരങ്ങളുടെയും ആരാധകർ പങ്കുവച്ചുകൊണ്ട് എത്തുന്നത്. ഇതിൽ എത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ട് എന്നത് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഈ ചിത്രത്തെക്കുറിച്ച് ഒന്നും പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല. അങ്ങനെ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് എത്തുന്നു. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. അതോ അക്കൗണ്ടിന്റെ റീച്ച് കുറഞ്ഞോ എന്ന രീതിയിൽ പലരും പറഞ്ഞുകൊണ്ട് എത്തുന്നതുമുണ്ട്. എന്തായാലും കൗതുകം ജനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നത്.